Hi, hello, welcome to my channel, The Study Sport. Today we will be discussing regarding the basic concepts of hospital, the sixth video in hospital administration. Today's topic will be supportive department and admission and discharge process. The supportive department, we will discuss what is supportive department and which are the departments coming under the supportive department, because there is a whole chapter we have to study later regarding the supportive department. And regarding the admission and discharge process, we'll be studying in detail. Supportive department. It is essential for smooth running of an organization and it provides all support in every aspect. അതായത് നെയിം സിഗ്നിഫൈ ചെയ്യുന്ന പോലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അതായത് സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യും. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പോട് കൂടി അല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. CSST, ഫാർമസി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്. അപ്പൊ പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന പലതരം കാര്യങ്ങൾ വരുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ്സിലാണ്. അതാണ് പറയുന്നത് പ്രൊവൈഡ്സ് ഓൾ സപ്പോർട്ട് ഇൻ എവറി ആസ്പെക്ട്. അപ്പൊ പേഷ്യന്റ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളിലും വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് ഇതില്ലാതെ ഒരു സ്മൂത്ത് റണ്ണിങ് ഓഫ് എൻ ഓർഗനൈസേഷൻ പോസിബിൾ അല്ല. ഓക്കെ, let's see what are the departments coming under supportive department. CSST, pharmacy, laboratory, radiology and imaging, housekeeping and laundry, transportation department and physiotherapy. അപ്പം ഈ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ അണ്ടറിൽ വരുന്നത്. അപ്പം ഫസ്റ്റ് വൺ CSST. CSST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് സ്റ്റെറിലൈസേഷൻ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് CSST എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റെറൈൽ ഐറ്റംസ്, അതായത് ഇപ്പോൾ കോട്ടൺ ആയിക്കോട്ടെ, ഗോസ് ആയിക്കോട്ടെ, ട്രേകളായിക്കോട്ടെ, OT-യിലൊക്കെ യൂസ് ചെയ്യുന്ന ടവലുകൾ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു പാർട്ട്, ആ പാർട്ട് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാത്രം എക്സ്പോസ് ചെയ്ത് ബാക്കി കവർ ചെയ്യുമല്ലോ, നമ്മൾ ബാക്കി ബോഡി പാർട്ട് കവർ ചെയ്യുന്ന അങ്ങനെയുള്ള സ്റ്റെറൈൽ ടവൽസ് ഒക്കെ ഉണ്ട്. അപ്പം അത് അല്ലാത്ത ഗൗൺസ് ഇതെല്ലാം സ്റ്റെറൈൽ ചെയ്യുന്നത് CSST വെച്ചിട്ടാണ്. പിന്നെ ഫാർമസി മെഡിസിൻസ് കൊടുക്കുന്നത് ഫാർമസിയിലാണ്. ലാബ് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യുന്ന ലാബോറട്ടറി വെച്ചിട്ടാണ്. പിന്നെ റേഡിയോളജി ആൻഡ് ഇമേജിങ്, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എക്സ്റേ, പിന്നെ അതുപോലെ CT, ഇതെല്ലാം ചെയ്യുന്നത് റേഡിയോളജി ആൻഡ് ഇമേജിങ്ങിൽ വെച്ചിട്ടാണ്. ഹൗസ് കീപ്പിംഗ് ആൻഡ് ലോണ്ടറി, അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊമൈസസ് ക്ലീൻ ആക്കി വെക്കുന്നത് ഹൗസ് കീപ്പിങ്ങും, ലോണ്ടറിയിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഗൗൺസും ഷീറ്റും ഇതെല്ലാം നീറ്റാക്കി നമുക്ക് കിട്ടുന്നത് പേഷ്യൻസിന് കൊടുക്കുന്നത് ലോണ്ടറി വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ്, പേഷ്യന്റിന് ഒരു ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വേറെ ഹോസ്പിറ്റലോ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പല പ്രൊസീജിയേഴ്സിന് വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലോ ICUയിലോ അല്ലെങ്കിൽ അല്ലാതെ ഉള്ള പേഷ്യൻസ്, നോർമൽ പേഷ്യൻസിനോ ഒക്കെ ആയിട്ട് ഇപ്പം റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുന്നതോ, ICUയിൽ കിടക്കുന്ന പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഇവർക്ക് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ വേണ്ടി വരും. കപ്പിങ്, ടാപ്പിങ്, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പം ബ്രീത്തിങ്, അവർക്ക് കഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഇങ്ങനെ ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പ്രോസസ് ഫോർ പേഷ്യൻറ്റ്. ഇതിനകത്ത് പറയാനാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർവീസ് ഇൻഡസ്ട്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അറൈസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു എംപ്ലോയ്മെന്റ് സെക്ടറും കൂടിയാണ് അല്ലേ. അവിടെ ഡോക്ടേഴ്സ്, നഴ്സസ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അങ്ങനെ പല പല സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ഇവർക്ക് സാലറി കൊടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിന് ഒരു റവന്യൂ വേണം. സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് മാത്രം നിന്ന് കഴിഞ്ഞാൽ റവന്യൂ പോസിബിൾ ആണോ? അല്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇത് ഈ പേഷ്യൻസിന്റെയും പിന്നെ അതുപോലെ സ്റ്റാഫിന്റെ ഒക്കെ നീഡ്സ് അവർക്ക് മീറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഇതെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? അപ്പം പ്രോപ്പർ ആയിട്ടൊരു സോഴ്സ് ഓഫ് ഇൻകം വേണം. അപ്പൊ നമുക്ക് നോക്കാം ഹോസ്പിറ്റലിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഹോസ്പിറ്റൽ റവന്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് പേഷ്യൻസ് ആണ്, അതായത് ഇൻപേഷ്യൻസും ഔട്ട് പേഷ്യൻസും. അപ്പൊ എന്താണ് മെയിൻ സോഴ്സ് ഓഫ് ഹോസ്പിറ്റൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഇൻപേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് ഔട്ട് പേഷ്യന്റ് എന്താ നോക്കാം. Patient visit doctor on daily basis for curing the diseases. Test and diagnosis are done. Medicines prescribed. Mostly process finish within 4 hours. അതായത് പേഷ്യന്റ് ഡോക്ടറിനെ കാണാൻ ഡെയിലി ബേസിസിൽ വരുന്നതിനാണ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡോക്ടറിന്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ ഫീവർ ആയിട്ടോ മറ്റൊരു പേഷ്യന്റ് വരുന്നു, ഡോക്ടറിനെ കാണുന്നു.
ഡോക്ടറിന് എന്ത് തരം ഫീവർ വേണമെങ്കിലും ആവാല്ലേ. അപ്പം ഡോക്ടറിന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഏത് ഫീവറാണ്. ഇപ്പം കുറേ ദിവസമായിട്ട് നിൽക്കുന്ന ഫീവറാണ്, ഫീവർ കുറയുന്നില്ല എന്നൊക്കെ പേഷ്യന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടെസ്റ്റിനൊക്കെ എഴുതും അല്ലേ. അപ്പോൾ അവർ ലാബിൽ പോയി ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഈ ടെസ്റ്റുകളെല്ലാം പലതരം ടെസ്റ്റുകൾ ഉണ്ടാവും, പല സമയത്തിന് കിട്ടുന്ന ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു 1.5 മണിക്കൂറിനുള്ളിലൊക്കെ ആയിരിക്കും മിക്കവാറും ടെസ്റ്റുകളുടെ റിസൾട്ട് ഒക്കെ വരുന്നത്. അപ്പോൾ അത് അവർ വാങ്ങിച്ച് ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഇത് കണ്ട് പേഷ്യന്റ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് ഓക്കെ. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു 4 മണിക്കൂറിനുള്ളിലൊക്കെ തന്നെ കഴിയുന്ന ഒരു പ്രോസസ്സായിരിക്കും. ഓക്കെ, ഈ ടൈം എന്ന് പറയുന്നത് വേറെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പേഷ്യന്റിനെ വന്ന് അഡ്മിറ്റ് ആവാതെ പേഷ്യന്റ് വന്ന് ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്ത് പോകുന്നതിനാണ് പറയുന്നത്, അങ്ങനത്തെ പേഷ്യൻസിനാണ് പറയുന്നത് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻപേഷ്യൻസ്. Patients stay in hospitals and take treatments. Emergency admissions also comes. അതായത് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതായത് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുള്ള പേഷ്യൻസ് ആണല്ലോ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്. പിന്നെ എമർജൻസി അഡ്മിഷൻസ് എന്ന് പറഞ്ഞാൽ പോയ്സണിങ് ആയിട്ട്, ആക്സിഡന്റ് ആയിട്ട്, അങ്ങനെ പലതരം കണ്ടീഷൻസിൽ എമർജൻസി അഡ്മിഷൻസ് വരും. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് പറയുന്നത് ഇൻപേഷ്യൻസ്. ഓക്കെ, admission. We can see what are the types of admission. There is emergency admission and also routine admission. The two types of admission are emergency and routine. Okay. Now next we can see what is routine admission. Patients admitted for investigation, diagnostic and medical or surgical treatment. Treatment given according to the condition of the patient. For example, fever or hypertension. അതായത് പേഷ്യൻസ് അതായത് ഹോസ്പിറ്റലിന് ഒരു റുട്ടീൻ ഉണ്ടാവും. ഓക്കെ, ഒരു സർജറി ക്യാരി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനായിട്ട് വരുന്ന പേഷ്യന്റിനോ ഒക്കെ ആണെങ്കിൽ ഒരു ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീൻ ഉണ്ടാവും. ഇന്ന ഒരു കേസായിട്ട് വരുന്ന പേഷ്യന്റിന് ഇന്ന പ്രോസസ് ഒക്കെയാണ് നടക്കുക. ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാര്യത്തിന് വേണ്ടി പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൊളനോസ്കോപ്പിക്ക് വേണ്ടി പേഷ്യന്റ് വരികയാണെന്ന് വിചാരിക്കാം. അപ്പം അതൊരു പ്രൊസീജിയറാണ് കേട്ടോ, ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറാണ്. അപ്പോൾ പേഷ്യന്റ് വന്നു, തലേന്ന് വന്ന് അഡ്മിറ്റ് ആയി, അതിന്റെ കുറെ പ്രൊസീജിയേഴ്സിൽ ത്രൂ പോകണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ മെഡിക്കൽ ഓർ സർജിക്കൽ ട്രീറ്റ്മെന്റ്. ഇപ്പോൾ ഫീവർ ആയിട്ടൊക്കെ വരുന്ന, ഹൈ ഫീവർ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ആന്റിബയോട്ടിക് ഒക്കെ എടുക്കേണ്ട ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പം സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും പലതരം സർജറീസ് ഉണ്ടാവും, ഹെർണിയ, അങ്ങനെ പലതരം സർജറീസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സർജറിക്കൊക്കെ പേഷ്യന്റ് വന്ന് അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുക്കാം. ഓക്കെ, ട്രീറ്റ്മെന്റ് എന്താണ്, എങ്ങനെ ഇപ്പൊ പലതരം കണ്ടീഷനായിട്ട് പേഷ്യന്റ് വരും. അപ്പൊ ആ ഓരോ തരം കണ്ടീഷനും ഓരോ തരം ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, ഫീവറിൻ്റെതായ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ടാവും. ഫീവർ ആയിട്ട് വന്ന് കിടക്കുന്ന പേഷ്യന്റിന് നമ്മൾ ചിലപ്പം ആ പേഷ്യന്റ് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല, ഇപ്പൊ ഹൈപ്പോളിയമി ഉണ്ടാവാം. അപ്പൊ അതായത് ബോഡിയിൽ വെള്ളത്തിന്റെ അംശം കുറവുണ്ടാവും. അപ്പൊ നമ്മൾ ഡ്രിപ്പ് കൊടുക്കേണ്ടി വരും, ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യണം, അതിൻ്റെതായ മെഡിസിൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും പേഷ്യന്റ്. ഓക്കെ, പലതരം കണ്ടീഷൻസിൽ പേഷ്യന്റ് വരും. അപ്പൊ അതിനനുസരിച്ച് റുട്ടീൻ ആയിട്ട് ഹോസ്പിറ്റലിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുന്ന പേഷ്യന്റ് ആണ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എമർജൻസി അഡ്മിഷൻ. പേഷ്യൻസ് അഡ്മിറ്റഡ് ഇൻ അക്യൂട്ട് കണ്ടീഷൻസ് റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ RTA, പോയ്സണിങ്, ബേൺ, കാർഡിയക് എമർജൻസീസ്. അത് പറയുന്നത് അക്യൂട്ട് കണ്ടീഷൻ അല്ലെ, പേഷ്യൻസ് അക്യൂട്ട് കണ്ടീഷൻസിൽ വന്ന് അഡ്മിറ്റ് ആകുക എന്ന് പറയാം. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യൂട്ട് എന്ന് പറഞ്ഞാൽ സഡൻ ഫ്ലെയർ അപ്പ് ഓഫ് എ കണ്ടീഷനാണ് അക്യൂട്ട് എന്ന്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു എമർജൻസിനാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ ഹെവി ബ്ലഡ് ലോസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ ബ്ലഡ് പോകുന്ന ഭാഗം നമ്മൾ സീൽ ചെയ്ത് അതിന് ഉള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം, അല്ലെ ഫ്ലൂയിഡ് സപ്ലിമെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ. പിന്നെ എന്താണ് ഈ RTA എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ RTA നമ്മൾ പറയണ്ടല്ലേ, RTA എന്ന് പറഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് കേട്ടോ RTA എന്ന് പറഞ്ഞാൽ. പിന്നെ പോയ്സണൊക്കെ ഇൻജസ്റ്റ് ചെയ്ത് വരുന്ന പേഷ്യൻസ് നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് ആ പോയ്സൺ അവരെ ബോഡിയിൽ നിന്ന് മാറ്റണം, അല്ലെ ഫ്ലഷ് ചെയ്ത് കളയണം, എന്നാലേ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതൊക്കെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ടൈം ഡിലേ വരാൻ പാടില്ല. പിന്നെ ബേൺ പേഷ്യൻസിനൊക്കെ അതിൻ്റെതായ രീതിയിൽ കെയർ ചെയ്യണം, അല്ലെ അവരെ കിടത്തുന്നതിനും എല്ലാം ഓരോ രീതികളുണ്ട്. നോർമൽ ബെഡിൽ അവരെ കിടത്താൻ പറ്റില്ല, ചിലപ്പോൾ ഈ വാഴയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതിലൊക്കെ അവരെ കിടത്താൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിന്ന് ഇളകി നിൽക്കൂലേ, അപ്പൊ നമ്മൾ ഈ ഷീറ്റുമായിട്ടൊക്കെ കോൺടാക്ട് വരുമ്പോൾ പേഷ്യന്റ് നമ്മളിങ്ങനെ വലിക്കുമ്പോഴൊക്കെ
ആ സ്കിന്നൊക്കെ എന്താ പറയുക സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒന്നാമത് അവരുടെ സ്കിന്നൊക്കെ ബേൺ ആയിരിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അവരെ പെട്ടെന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ മാറ്റേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടാവും. അതിൽ കാർഡിയക് എമർജൻസീസ്, ഹാർട്ട് അറ്റാക്ക് കോമൺ ആണ് അല്ലേ. അങ്ങനെ വരുന്ന പേഷ്യൻസിന് പെട്ടെന്ന് നമ്മൾ ഓക്സിജനേറ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കാർഡിയക് എമർജൻസി എങ്ങനെയാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത്? അതായത് നമ്മുടെ ഹാർട്ടിൽ നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടാതെ വരുന്നത് കൊണ്ടാണ് അല്ലെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഉള്ള കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും എമർജൻസി അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകൾക്കും അവരുടേതായ കുറേ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. കുറേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിരിക്കും, നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ കുറച്ച് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് മിക്ക ഹോസ്പിറ്റലുകളും ഫോളോ ചെയ്യുന്ന കുറച്ച് അഡ്മിഷൻ പ്രോസസ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ ഇപ്പോൾ എമർജൻസിയിലൊക്കെ പേഷ്യൻ്റ് വന്ന് അഡ്മിറ്റ് ആവുകയാണെന്നിരിക്കട്ടെ, ചിലപ്പോൾ ലീഗൽ ആസ്പെക്ട്സ് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഇടപെടലൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റി പോലീസിനെ അറിയിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരും ഇതിനകത്ത്. അപ്പം നമുക്ക് നോക്കാം അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഒരു ജനറൽ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. മീറ്റ് ആൻഡ് റിസീവ് ദ പേഷ്യൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു വാർഡിലേക്ക് ഒരു പേഷ്യൻറ്റ് വരികയാണെന്ന് ഇരിക്കട്ടെ. അപ്പം എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. Meet and receive the patient, verify the patient data, introduce immediate personnel, assess patient to treatment area, ask patient to change to hospital. നമുക്ക് ഓരോന്ന് നോക്കാം. ഇപ്പം മീറ്റ് ആൻഡ് റിസീവ് ദ പേഷ്യന്റ്. ഇപ്പം ഒരു അഡ്മിഷൻ സാധാരണ അഡ്മിഷൻ എടുക്കുന്നത് ഒന്നുകിൽ ഒ പിന്നോ ഡോക്ടർ അഡ്മിഷൻ പറയും, അല്ലെങ്കിൽ പേഷ്യന്റ് വന്ന് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത് ഫ്രണ്ടിൽ കൗണ്ടറിൽ വെച്ചിട്ടായിരിക്കും, റിസപ്ഷൻ ഏരിയ വെച്ചിട്ടായിരിക്കും. അപ്പൊ അവിടെ നിന്ന് എങ്ങനെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു എംപ്ലോയി വാർഡിലേക്കോ എവിടെ വെച്ചാൽ പേഷ്യനെ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ റിസീവ് ചെയ്യുന്ന ഏത് വാർഡിലാണോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, പേഷ്യന്റിനെ മീറ്റ് ചെയ്ത് ഇന്ന പേഷ്യന്റ് ആണ് നമ്മൾ ഉറപ്പുവരുത്തും അല്ലെ, റിസീവ് ചെയ്യുന്നു. എന്നിട്ട് പേഷ്യന്റ് ഡേറ്റ നമ്മൾ നോക്കും, കയ്യിൽ ടാഗ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പേര് നോക്കും, അല്ലെങ്കിൽ നമ്മൾ ടാഗ് കെട്ടി കൊടുക്കും. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ സിസ്റ്റത്തിലായാലും ഫയലിലായാലും പേഷ്യൻ്റ് ആണെന്ന് വെരിഫൈ ചെയ്യും. പേഷ്യൻറ്റിനോടും ചോദിക്കും നമ്മൾ പേഷ്യൻ്റെ പേര്, പിന്നെ അതുപോലെ നമ്മൾ ഒരു MR നമ്പർ ഉണ്ടാവും. ഓക്കെ, ആ നമ്പറും ഒക്കെ നോക്കി പേഷ്യൻ്റ് ഇന്ന പേഷ്യൻ്റ് ആണോ എന്ന് വെച്ചാൽ പല പേര് ഒരേ പേരുള്ള പല പേഷ്യൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് വേണം നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഒക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻട്രൊഡ്യൂസ് ഇമ്മീഡിയറ്റ് പേഴ്സണൽ. പേഷ്യൻ്റെ പുതിയൊരു എൻവയോൺമെന്റിലേക്ക് വരിക, പേഷ്യൻ്റ് ആരാ എവിടെയാ എന്തൊക്കെ ഇരിക്കുന്ന ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് ഒരു ചെറുതായിട്ട് നമ്മളൊരു ചെറിയ ഇത് കൊടുക്കും, ഓവർവ്യൂ നമ്മൾ കൊടുക്കും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, അസസ് ദ പേഷ്യൻ്റ് ട്രീറ്റ്മെന്റ് ഏരിയ. ഇപ്പോൾ റൂമിലേക്കാണെങ്കിൽ റൂമിൽ, വാർഡിലേക്കാണെങ്കിൽ വാർഡിൽ, അല്ലെങ്കിൽ ഇപ്പം ഒരു സർജറിക്കായിട്ട് വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, നമ്മൾ അസിസ്റ്റ് ചെയ്യും, പേഷ്യൻ്റ് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്ക് അസിസ്റ്റ് ചെയ്യും. പിന്നെ ആസ് ദ പേഷ്യൻ്റ് ടു ചേഞ്ച് ടു ഹോസ്പിറ്റൽ ഗൗൺ. അതായത് മിക്ക ഹോസ്പിറ്റലുകളിലും പേഷ്യന്റിന് ഹോസ്പിറ്റൽ ഗൗൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഗൗൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ജനറൽ ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്. മനസ്സിലായോ? ഓക്കെ, നമുക്കിനി ഡിസ്ചാർജ് എന്താന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻവോൾവ്സ് ദ പേഷ്യന്റ് ആൻഡ് ദ ടീം ഇൻഡിവിജ്വൽസ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻ വർക്കിംഗ് ടുഗെദർ ടു ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ് ഫ്രം വൺ എൻവയോൺമെന്റ് ടു അനദർ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ പേഷ്യന്റിനെ ഒരു എൻവയോൺമെന്റിൽ നിന്ന് വേറൊരു എൻവയോൺമെന്റിലേക്ക് പോവാണ് പേഷ്യന്റ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്കായിരിക്കാം, ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നതായിരിക്കാം പേഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്ചാർജ് എന്ന്. അപ്പൊ ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും, അപ്പം മാറ്റുന്ന സ്ഥലത്തുള്ള സ്റ്റാഫ് ഉണ്ടാവും അല്ലെ, പിന്നെ ട്രാൻസ്പോർട്ടേഷനിലുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ അല്ലാത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുണ്ടാവും, എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻവോൾവ്സ് ദ പേഷ്യന്റ്. ഓക്കെ, പേഷ്യന്റ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ദ ടീം ഇൻഡിവിജ്വൽസ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻ അല്ലെ. കുറെ ആൾക്കാർ, പല ഡിസിപ്ലിനിലുള്ള ഒരുപാട് ആൾക്കാർ വർക്കിംഗ് ടുഗെദർ ടു ഫെസിലിറ്റേറ്റ് എന്താണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്, ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ് അല്ലെ. പേഷ്യന്റ് ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യാണ്. ഫ്രം എവിടെയാണ്, ഫ്രം വൺ എൻവയോൺമെന്റ് ടു അനദർ. ഓക്കെ, കിട്ടിയല്ലോ അല്ലെ, ഡിസ്ചാർജ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്ലാൻഡ് ഡിസ്ചാർജ് ഉണ്ട്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്,
ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിനകത്ത് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. അതായത് രണ്ട് ഹോസ്പിറ്റലുകൾ തമ്മിൽ, രണ്ടോ അധികം ഹോസ്പിറ്റലുകൾ തമ്മിൽ നടക്കുന്ന ട്രാൻസ്ഫർ, പിന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസ്ഫർ. ഓക്കെ, പിന്നെ ലാമ ഓർ ഡാമ. ഓക്കെ, പിന്നെ അബ്സ്കോണ്ടഡ്. അപ്പം ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് 4 തരം ഡിസ്ചാർജ് ആണുള്ളത്. പ്ലാൻ ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, ലാമ ഓർ ഡാമ, അബ്സ്കോണ്ടഡ്. കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും മാറിപ്പോകാൻ പാടില്ല. അപ്പൊ അതും പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്ലാൻ ഡിസ്ചാർജ്. Discharge followed by advice of doctor. Process carried out through proper channel by officials. അതായത് ഡോക്ടറിന്റെ അഡ്വൈസോട് കൂടി നടക്കുന്ന ഡിസ്ചാർജ്. അതെങ്ങനെയാണ്? ഡോക്ടർ പേഷ്യന്റ് വന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറിന് മനസ്സിലാവുകയാണ് പേഷ്യന്റ് ഡിസ്ചാർജ് ആവാൻ പാകത്തിന് അസുഖമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഡിസ്ചാർജ് ആക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്. പിന്നെ അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ഡോക്ടർ ഡിസ്ചാർജിന് പറയും. അപ്പം ഒരു കുറെ പ്രൊസീജിയേഴ്സിലൂടെയാണ് പേഷ്യന്റ് കടന്നു പോകുന്നത് അല്ലെ. അപ്പം കുറെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പം എന്താണ്, മെഡിസിൻസ് ഒക്കെ റിട്ടേൺ ചെയ്യാനുണ്ടാവും. പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയോ എന്ന് നോക്കണം. പിന്നെ നമ്മള് നഴ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് മെഡിസിൻ കൊടുത്തത് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഫുള്ള് നോക്കണം അല്ലെ. ബില്ലിങ്ങിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ പിന്നെ ഇഷ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം ഫുള്ള് നോക്കണം. പിന്നെ കൺസൾട്ടേഷൻ ചെയ്ത് ഡോക്ടേഴ്സ് എല്ലാം അവരെയൊക്കെ മീറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നത്. ബില്ലിങ്, ഇൻഷുറൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്യാരി ഔട്ട് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു പ്രോപ്പർ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് പ്ലാൻഡ് ഡിസ്ചാർജ്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് നോക്കാം. മൂവിങ് പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്കോ അങ്ങനെയൊക്കെ മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചു, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ട്. ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ പറഞ്ഞാൽ എന്താണ്? അതായത് രണ്ടോ അതിലധികമോ ഹോസ്പിറ്റൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ അല്ലെ, പേഷ്യന്റിനെ മാറ്റുന്ന ഒരു പ്രൊസീജിയറിനാണ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെ ആയിരിക്കാം? ചിലപ്പോൾ ഒരു നല്ല ട്രീറ്റ്മെന്റ്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം പേഷ്യന്റ് മാറ്റുന്നത് അല്ലെ. അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അറിവോടുകൂടി പേഷ്യന്റ് ഇപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ചിലവ് താങ്ങാൻ പറ്റുന്ന ഇതിൽ കൂടുതലായിരിക്കാം. അപ്പൊ കുറച്ചും കൂടി അല്ലാത്ത ഹോസ്പിറ്റലിലേക്ക് മാറാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും, അങ്ങനെ മാറുന്നതായിരിക്കും. അങ്ങനെ പലതരം ട്രാൻസ്ഫർ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫറിങ് പേഷ്യന്റ് ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ അറ്റ് ദ സെയിം ഹോസ്പിറ്റൽ. പല രീതിയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. ഒരു ICU വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പേഷ്യന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വാർഡിൽ നിന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പേഷ്യന്റ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പം വാർഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആയിരിക്കാം, അസുഖം പെട്ടെന്ന് കൂടുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എമർജൻസി ആയിട്ട് പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിൽ പേഷ്യന്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതിനാണ് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം ഇത് പ്രത്യേകം പഠിച്ചു വെക്കണം കേട്ടോ. ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും ഇത് മാറാൻ സാധ്യതയുണ്ട്. ഇൻട്രാ അല്ലെ. അപ്പൊ ഇന്റർ അപ്പം ഹോസ്പിറ്റൽ തമ്മിൽ എന്ന് ആലോചിക്കാം. ഇൻട്രാ ഉള്ളിൽ, ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ, അങ്ങനെ ആലോചിക്കാം കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിൽ വരുന്ന അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. കാരണം വെച്ചാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നതല്ലോ. അപ്പം ഇത് നമ്മൾ 2 ഹോസ്പിറ്റലുകൾ തമ്മിൽ നടക്കുന്നതല്ലേ. അപ്പം ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻഫോം ദ ഡെസ്റ്റിനേഷൻ ഹോസ്പിറ്റൽ, അറേഞ്ച് ദ ആംബുലൻസ്, ഹാൻഡ് ഓവർ ഡിസ്ചാർജ് സമ്മറി, ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് ബിൽ, ഫോളോ അപ്പ് ഓഫ് ദ പേഷ്യന്റ്. അപ്പം ഇതിനകത്ത് നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിന് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അവർക്ക് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ചിലപ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്ത പേഷ്യന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അറേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ അറേഞ്ച് ആംബുലൻസിലായിരിക്കും കൊണ്ടുപോകുന്ന പേഷ്യന്റ് ലഭിക്കുവാറും. അപ്പൊ ആംബുലൻസ് അറേഞ്ച് ചെയ്യണം. ഇപ്പം ഓക്സിജൻ ഒക്കെ ആവശ്യമുള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് അപ്പൊ അതൊക്കെ ഉണ്ടോ, DPH സപ്ലൈ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അവിടെ ചെല്ലുന്നത് വരെ പേഷ്യന്റിന് കൊടുക്കാനുള്ള ആംബുലൻസിൽ ഓക്സിജൻ ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള പേഷ്യന്റ് കാര്യമായിട്ട് ഞാൻ പറയുന്നത്, എല്ലാ പേഷ്യൻസിനും അങ്ങനെയല്ല. പിന്നെ ഹാൻഡ് ഓവർ ഡിസ്ചാർജ് സമ്മറി. ഇപ്പൊ ഡിസ്ചാർജ് സമ്മറി നമ്മൾ അവർക്ക് കൊടുക്കണം അല്ലെ. ഡിസ്ചാർജ് സമ്മറിയിൽ എന്താ ഉണ്ടാവുക? അതായത് പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അല്ലെ, ഇവിടെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ഉണ്ടാവും. അപ്പൊ അത് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവും അല്ലെ. ഇപ്പം ഇത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഇനി അവർക്ക് ഇപ്പൊ ഒരു മരുന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, അഡീഷണൽ ഡോസ് ആയിട്ട് കൊടുക്കാതിരിക്കാനൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് അവർക്ക് ചെയ്താൽ മതിയായിരിക്കും. അല്ലെ, ഇന്ന മരുന്ന് എഫക്റ്റീവ് ആയില്ല, അല്ലെങ്കിൽ കൊടുത്തപ്പോൾ എഫക്റ്റീവ് ആയില്ല, അതുകൊണ്ട് വേറൊരു മരുന്ന് കൊടുക്കാമെന്നോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വേണം പോകാൻ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫോളോ അപ്പ് ഓഫ് ദി പേഷ്യന്റ്. നമ്മളിപ്പോൾ പേഷ്യന്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമല്ലോ, എന്താണ്, എങ്ങനെയുണ്ട്, ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത പേഷ്യന്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ.
നമ്മൾ എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുന്നത്? പേഷ്യന്റെയും റിലേറ്റീവ്സിനെ കൺസെന്റോട് കൂടിയാണ് നമ്മൾ കേട്ടോ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിൽ വരുന്ന അറേഞ്ച്മെന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ലാമ അല്ലെങ്കിൽ ഡാമ എന്താന്ന് നോക്കാം. ഓക്കെ, പേഷ്യന്റ് ഡിസ്ചാർജ് ഹിംസെൽഫ് ഫ്രം ദ ഹോസ്പിറ്റൽ ബട്ട് ദ ഡിസ്ചാർജ് ഹാസ് നോട്ട് ബീൻ ഓത്തറൈസ്ഡ് ബൈ ദ ട്രീറ്റിംഗ് ഡോക്ടർ. അതായത് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോവുകയാണ്, പക്ഷേ ഡിസ്ചാർജ് ഡോക്ടർ ഓത്തറൈസ് ചെയ്തിട്ടില്ല. അതിനാണ് നമ്മൾ ലാമ അല്ലെങ്കിൽ ഡാമ എന്ന് പറയുന്നത്. പേഷ്യന്റ് ഓക്കെ ആയി എന്ന് ഡോക്ടറിന് തോന്നിയിട്ടില്ല. പിന്നെ പേഷ്യന്റിന് അഡിക്വേറ്റ് ട്രീറ്റ്മെന്റ് ഇവിടുന്ന് തന്നെ കിട്ടണം എന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്യാണ്. എന്നിട്ട് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോവുകയാണ്. ആ ഒരു കണ്ടീഷനെയാണ് പറയുന്നത് ലാമ അല്ലെങ്കിൽ ഡാമ എന്ന് പറയുന്നത്. ലാമ എന്ന് പറഞ്ഞാൽ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസും, ഡാമ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസും. അപ്പം ലാമയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ്. ഡോക്ടർ പക്ഷേ അഡ്വൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് ഒന്നും ചെയ്തിട്ടില്ല. അതിനു മുമ്പേ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിനാണ് ലാമ എന്ന് പറയുന്നത്. ഡാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ എന്താ പറയുക ഡിസ്ചാർജ് ഫോർമലി ഓത്തറൈസ് ചെയ്തിട്ട് എല്ലാ പ്രോസസ്സോട് കൂടി ഡിസ്ചാർജ് ആയി പോകുന്നതിനാണ് ഡാമ എന്ന് പറയുന്നത്. ഓക്കെ, next one is absconded. Patient leaving the hospital without informing the staff and before completing the course of treatment and paying the medical bills. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ്. അപ്പം സ്റ്റാഫിനോടൊന്നും പറയാതെ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പൊ ബില്ലൊന്നും പേ ചെയ്യാതെ പോവുകയാണ്. അതിനാണ് അബ്സ്കോണ്ടഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് നോക്കാം. It is a handover document that explains to any other health professional why the patient was admitted, what happened to them in hospital, and all information that they need to pick up the care of that patient quickly and effectively. അപ്പൊ എന്താണിത്? ഇതൊരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ്, നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പം ഇത് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇത് ഒരു ഹെൽത്ത് പ്രൊഫഷണലിന് ഈ ഒരു ഡോക്യുമെന്റ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാവുക ഇതിനകത്ത്? അത് പേഷ്യന്റ് എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്, ഓക്കെ, ഈ ഹോസ്പിറ്റലിൽ ഈ പേഷ്യന്റിന് എന്തെല്ലാം കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്തു, എന്തെല്ലാം ടെസ്റ്റുകൾ നടത്തി, എന്തെല്ലാം മെഡിസിൻസ് എടുത്തു, പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു പ്രോഗ്രസ്, ഇതെല്ലാം അറിയാൻ പറ്റും അല്ലെ? ഓൾ ഇൻഫർമേഷൻ ദാറ്റ് ദേ നീഡ് ടു പിക്ക് അപ്പ് ദ കെയർ ഓഫ് ദ പേഷ്യന്റ് ക്വിക്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. അതായത് ഇപ്പൊ ഒരു ഡിസ്ചാർജ് നമ്മൾ കണ്ടിട്ട്, ഇപ്പോൾ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ കണ്ടിട്ട് ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഈ പേഷ്യന്റിന് പെട്ടെന്ന് കെയർ കൊടുക്കാൻ പറ്റും അല്ലെ? ഇന്ന മെഡിസിൻസ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് ആണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് അല്ലെ? ഇപ്പം ഒരു BP പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ഒരു പേഷ്യന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ പേഷ്യന്റ് ഈ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ഈ ഒരു മെഡിസിൻ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന അലർജി ഒക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് ചില മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അലർജി ഒക്കെ ഉള്ള പേഷ്യന്റ് ആണോ എന്നൊക്കെ അറിയണം അല്ലെ? അപ്പൊ അല്ലെങ്കിൽ അത് റിയാക്ഷൻ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യും? നമ്മളെ ഡിസ്ചാർജ് സമ്മറി ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഇസ് എ ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ് അല്ലെ ടു എനി അതർ ഹെൽത്ത് പ്രൊഫഷണൽ വൈ ദ പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ്, what was happened to them in hospital, and all information that they need to pick up the care of the patient quickly and effectively. Okay, that is discharge summary. ഇനി നമുക്ക് കമ്പോണൻസ് ഓഫ് ഡിസ്ചാർജ് സമ്മറി ഏതൊക്കെയാണെന്ന് നോക്കാം. റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ്, പേഷ്യന്റ് ഡിസ്ചാർജ് കണ്ടീഷൻ, പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അറ്റൻഡിംഗ് ഫിസിഷ്യൻ സിഗ്നേച്ചർ. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലെ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയാണുള്ളത്. അപ്പം ഹോസ്പിറ്റലൈസേഷന്റെ റീസൺ അല്ലെ, എന്ത് കാരണത്താലാണ് ഹോസ്പിറ്റലിൽ വന്നത്, ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്. അപ്പം ഫീവർ ആയിട്ട് വന്നൊരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റ് വന്ന സമയത്തിലെ ടെമ്പറേച്ചർ എന്തായിരുന്നു, പിന്നെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, വൈറ്റൽ സയൻസ് ഫുൾ ഡേറ്റ ഒക്കെ ഉണ്ടാവും അതിനകത്ത്. ബാക്കി പ്രൊസീജിയേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തു, എന്തൊക്കെ ഡയഗ്നോസിസ് പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, പിന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് സമയത്തെ കണ്ടീഷൻ അല്ലെ, പേഷ്യൻസ് ഡിസ്ചാർജ് കണ്ടീഷൻ, ആ സമയത്ത് പേഷ്യന്റിന് അസുഖങ്ങൾ കുറഞ്ഞോ, വൈറ്റൽസ് ഒക്കെ സ്റ്റേബിൾ ആയോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻസ്ട്രക്ഷൻസ്, പേഷ്യന്റിനും അതുപോലെ ഫാമിലിക്കും വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യണം, ഓക്കെ, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ്. പിന്നെ അറ്റൻഡിങ് ഫിസിഷ്യൻ സിഗ്നേച്ചർ. അപ്പൊ ഈ ഒരു കൊടുക്കുന്ന ഒരു പേപ്പറിന് എപ്പോഴാണ് വില ഉണ്ടാവുന്നത്? നമ്മുടെ ഫിസിഷ്യന്റെ സിഗ്നേച്ചർ ഉള്ളപ്പോഴാണ് ഈ പേപ്പറിന് വാല്യൂ ഉള്ളത് അല്ലെ? ഒരു ഫിസിഷ്യന്റെ സിഗ്നേച്ചർ ഇല്ലെങ്കിൽ ആ പേപ്പറിന് വാല്യൂ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് പ്രോസസ്. ഒരു ഹോസ്പിറ്റലിൽ സാധാരണയായിട്ട് ഡിസ്ചാർജ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്ചാർജ് ഡിസിഷൻ ടേക്കൺ ബൈ ദ ഫിസിഷ്യൻ. ഫിസിഷ്യന് പേഷ്യന്റിനെ കണ്ടു, ഡിസ്ചാർജ് കൊടുക്കാം എന്നുള്ള രീതിയിൽ പേഷ്യന്റ് ആയി, അല്ലെങ്കിൽ വൈറ്റൽസ് ഒക്കെ സ്റ്റേബിൾ ആയി, അല്ലെങ്കിൽ വന്ന കണ്ടീഷനൊക്കെ ഹീലായി, ഓക്കെ, അപ്പൊ സർജറി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്ര ദിവസമായി, അപ്പൊ പേഷ്യന്റിന് പോകാനായി, അങ്ങനെ ഉള്ള ഒരു കണ്ടീഷനിൽ പേഷ്യന്റിനെ ഡിസ്ചാർജ് ആക്കാനുള്ള ഡിസിഷൻ ഫിസിഷ്യൻ എടുക്കുകയാണ്. എന്നിട്ട് അപ്പൊ ഫിസിഷ്യൻ എന്ത് ചെയ്യും? പ്രിപ്പറേഷൻ ഓഫ് ഡിസ്ചാർജ് നോട്ട് ബൈ ദ ഫിസിഷ്യൻ. ഫിസിഷ്യൻ സിസ്റ്റത്തില് അല്ലെങ്കിൽ ഫയലില് ഡിസ്ചാർജിന്
പേഷ്യൻറ്റ് ക്യാൻ ബി ഡിസ്ചാർജ് എന്ന് ഫിസിഷ്യൻ എഴുതി. ഓക്കെ, എന്നിട്ട് അടുത്ത എന്താണ് ഫർദർ പ്രോസസ്സിംഗ് ഓഫ് ഡിസ്ചാർജ് നോട്ട് ബൈ വാർഡ് സെക്രട്ടറി. വാർഡ് സെക്രട്ടറി ഈ ഡിസ്ചാർജിന്റെ പ്രോസസ്സൊക്കെ ക്യാരി ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു സമയമുണ്ട്. അതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂം ഫോർ മാനുവലി ചെക്കിംഗ് ദ കേസ് റിപ്പോർട്ട്സ് ഓഫ് ദ പേഷ്യൻറ്റ്. അതായത് നഴ്സ് എന്ത് ചെയ്യും, ഈ കേസ് റിപ്പോർട്ട് നോക്കും അല്ലേ. അപ്പോൾ ഇവർ ഡേറ്റ എല്ലാം ഫുള്ളി എൻ്റർ ചെയ്തിട്ടുണ്ടോ, മെഡിസിൻസ് എല്ലാം കൊടുത്തെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, പേഷ്യൻ്റെ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ, പറയുന്ന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടോ, ഈ മെഡിസിൻസ് ഒക്കെ പറഞ്ഞെല്ലാം കൊടുത്തിട്ടുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യും. അപ്പം ഈ ഒരു സമയത്തിലാണ് പിന്നെ അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അപ്പം ഈ പിന്നെ കൺസൾട്ടേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാം വന്ന് കാണണം പേഷ്യന്റിനെ. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ അറിയിക്കണം. വേറെ കൺസൾട്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡോക്ടേഴ്സിനോടും കൂടെ നമ്മൾ അറിയിക്കണമല്ലോ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുകയാണ് എന്നല്ല. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഈ പേഷ്യന്റ് ഇനി എന്തൊക്കെയാണ് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് ഇതിനിടയിൽ എടുക്കും. അപ്പോൾ അതിനാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഈ വാർഡ് സെക്രട്ടറി ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യും, അതായത് ഡിസ്ചാർജിന് ഇടും. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് റഫ് ഡിസ്ചാർജ് സമ്മറി ബൈ ദ എഡിറ്റർ. എഡിറ്റർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് സമ്മറി ഉണ്ടാക്കണമല്ലോ പേഷ്യന്റ് കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു റഫ് ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യും. അതിനിടയിൽ എന്ത് നടക്കും, ദ ടൈം കൺസ്യൂം ഫോർ ഗെറ്റിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ടു ബി മെർജ് വിത്ത് ഡിസ്ചാർജ് നോട്ട്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലേ, ഇതെല്ലാം നമ്മൾ ഡിസ്ചാർജ് സമ്മറിയുടെ കൂടെ നമ്മൾ വെക്കും ഡിസ്ചാർജ് സമയത്ത്. അപ്പം ഇത് കൈ കിട്ടാൻ എടുക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്നത്. പിന്നെ എന്ത് സംഭവിക്കും, കംപ്ലീറ്റ് ഡിസ്ചാർജ് സമ്മറി ആഫ്റ്റർ പ്രൂഫ് റീഡിംഗ് ആൻഡ് സൈൻ ബൈ ദ ഫിസിഷ്യൻ. ഒരു കംപ്ലീറ്റ് ഡിസ്ചാർജ് സമ്മറി ഉണ്ടാക്കും. അപ്പോൾ അത് പ്രൂഫ് റീഡിംഗ് നടത്തുമല്ലേ, അതിനകത്ത് തെറ്റൊന്നും ഇല്ലാന്ന് നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ ഫിസിഷ്യന്റെ സിഗ്നേച്ചറും വേണം, അപ്പോഴല്ലേ അതിന് വാല്യൂ ഉള്ളൂ. പിന്നെ ഇതിനിടയിൽ ഒരു സമയമുണ്ട് അല്ലേ. അപ്പം എന്തൊക്കെ നടക്കും, സെൻട്രലൈസ് ഡിസ്ചാർജ് സമ്മറി പ്രോസസ്സ്. ഒരു സെൻട്രലൈസ് ഡിസ്ചാർജ് സമ്മറി പ്രോസസ്സ് അതിനൊക്കെ ഒരു പ്രോപ്പർ പ്രൊസീജിയറിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അല്ലേ. ഒരു ടൈം കൺസ്യൂം ഫോർ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൺസപ്ഷൻ ഉണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഇതിനിടയിൽ എടുക്കുന്നത്. പിന്നെ എന്താണ് അടുത്ത് നടക്കുന്നത്, ഹാൻഡ് ഓവർ ഓഫ് ദ ഡിസ്ചാർജ് സമ്മറി ടു ദ പേഷ്യന്റ്. നമ്മൾ ചുമ്മാ കൊണ്ട് ഡിസ്ചാർജ് സമ്മറി കൊണ്ടുവന്ന് പേഷ്യന്റ് കൊടുക്കാൻ പറ്റില്ല. ഇതിനിടയിൽ ഇവർ ബില്ല് പേ ചെയ്യണം. ബില്ല് പേ ചെയ്യാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇൻഷുറൻസ് ക്ലിയർ ചെയ്യണം. ഇൻഷുറൻസ് ക്ലിയർ ചെയ്താലല്ലേ പേഷ്യന്റ് അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ പേഷ്യന്റിന് ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.